ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ ആർട്ട് ലവേഴ്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ ഞാൻ നോർമലി സെലിബ്രിറ്റീസിനെ വരയ്ക്കുന്ന ഡ്രോയിങ്സോ പെയിൻറ്റിങ്സോ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രം എനിക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ബേസിക്കലി ഞാനൊരു അല്ലു അർജുൻ ഫാനാണ്. ഒരുപാട് ഇഷ്ടമാണ് അല്ലു അർജുനെ. പക്ഷേ അല്ലു അർജുൻ്റെ പുതിയൊരു സിനിമ പുഷ്പ ദഗ്ഗദല്ലേ പുതിയ ഹിറ്റായിട്ട് അടിച്ചു പോകുന്നൊരു സിനിമയാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ ബ്രിസ്ട്രോൻ്റെ 24 സ്കിൻ ടോൺ കളർ പെൻസിൽ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് പുഷ്പയാടാ, പുഷ്പരാജ് തഗ്ഗദലേ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. A3 പേപ്പറിലാണ് ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. നമ്മൾ സാധാ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ആദ്യം ഔട്ട്ലൈൻ ഇട്ടു. ഗ്രിഡ് ഇല്ലാതെ ഫ്രീ ഹാൻഡായിട്ടാണ് ഔട്ട്ലൈൻ ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ പെൻസിൽ ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രിസ്ട്രോൻ്റെ ആർട്ടിസ്റ്റ് ഗ്രേഡ് കളേർഡ് പെൻസിൽ സ്കിൻ ടോൺ സെറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഫുൾ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്കിൻ ടോൺ സെറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സൈഡിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സ്കിൻ ടോൺ കുറച്ചൊന്ന് യെല്ലോയിഷായി മാറിയിട്ടുണ്ട്. പിന്നീട് കുറച്ചും കൂടി ചെയ്യുന്തോറും എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് വന്നു. പക്ഷേ ഞാൻ ഇത്ര നാൾ ശീലിച്ചത് സ്കിൻ ടോൺ ഉണ്ടാക്കാനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ താടിയുടെ ഭാഗങ്ങളിൽ ഗ്രീൻ കളറൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളേഴ്സിൻ്റെ കുറവ് ഈ ഒരു സെറ്റിൽ കാണുന്നുണ്ട്. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഞാനിവിടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിച്ചത് ഹെയർ ചെയ്യാനായിരുന്നു. കാരണം ഹെയർ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിട്ടേണ്ട ഒരു ആവശ്യം ഈ ഒരു ചിത്രത്തിനുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും മെയിൻ പ്രത്യേകത ഹെയറും ആ വളർന്നിരിക്കുന്ന താടിയൊക്കെയാണ്. അല്ലു അർജുൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പായിട്ട് വരുന്നൊരു ചിത്രമാണ് പുഷ്പ എന്ന് പറയുന്നത്. ഞാനിത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ആമസോണിലൊക്കെ വന്ന സമയത്ത് വീണ്ടും റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നൊരു മൂവി തന്നെയാണ് പുഷ്പ. ഞാൻ പണ്ടേ ഒരു അല്ലു അർജുൻ ഫാനാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ നെയിം കൊടുത്തിരിക്കുന്നത് ബണ്ണി എന്നാണ്. സോ സ്കൂൾ കാലം മുതൽ അല്ലു അർജുൻ കേരളത്തിൽ തരംഗമായ ടൈം മുതൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കട്ട അല്ലു അർജുൻ ഫാൻസാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രണ്ട് ബിജിൻ ആണ്. ബിജിൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ക്ലാസ്മേറ്റ് ആണ്. സോ ഞങ്ങളൊക്കെ ഒരുമിച്ച് എപ്പോഴും എല്ലാ അല്ലു അർജുൻ സിനിമകൾക്ക് പോകാറുണ്ട്. അല്ലു അർജുനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അല്ലു അർജുൻ്റെ ഇൻ്റർവ്യൂസ് ഒരുപാട് കാണാറുണ്ട്. നമ്മുടെ ഈ കളർ പെൻസിൽ പോർട്രേറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള കളർ പെൻസിൽ കൊണ്ട് തന്നെ അത് ഏത് റേഞ്ചുള്ള കളർ പെൻസിലായാലും കുറച്ച് ടെക്നിക്സും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് വേൾഡ് ഓഫ് കളർ പെൻസിൽ എന്ന് പറയുന്ന കോഴ്സ്. നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ച് നടത്തുന്ന നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ഓഫ് കളർ പെൻസിൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. 20 ദിവസം നീണ്ടു നിൽക്കുന്ന 10 ചാപ്റ്ററുള്ളൊരു കോഴ്സാണ് വേൾഡ് ഓഫ് കളർ പെൻസിൽ കോഴ്സ്. അതിൻ്റെ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ഒരുപാട് സബ്ജക്റ്റുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങളുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണിത്. ഡിസ്ക്രിപ്ഷനിൽ ഈ കോഴ്സിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നമ്മുടെ അഡ്മിഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാനും സാധിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വാട്സപ്പിലൂടെയുള്ള എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വേൾഡ് ഓഫ് കളർ പെൻസിൽ ആൻഡ് A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് 2 കോഴ്സിൻ്റെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നേരിട്ട് കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പഴയ കഥയിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നമ്മുടെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് റഫ് പേപ്പറിൽ കുറച്ചൊരു മീഡിയം സർഫസ് പേപ്പറിലൊക്കെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വൈറ്റ് ഡോട്ട് പോലെ കാണാറുണ്ട്. അത് പേപ്പറിൻ്റെ സർഫസാണ്. അപ്പോൾ അതിലേക്ക് കളർ ഫില്ലാവാനായിട്ട് 2-3 തവണ അതിൻ്റെ മുകളിലൂടെ പെൻസിൽ ഉപയോഗിച്ച് അതായത് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡീപ്പായിട്ട് കളർ അതിലേക്ക് ഫില്ലാവും. അപ്പോൾ ടോട്ടലി ആ ചിത്രം മൊത്തത്തിൽ കാണുന്ന സമയത്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ട് ഹെയറിൻ്റെ ഭാഗത്തും താടിയുടെ ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് ഭാഗങ്ങളിൽ ആ വൈറ്റ് ഡോട്ടുകൾ വിട്ടിട്ടുള്ളത് നമ്മൾ പതിയെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നമ്മുടെ കളർ പെൻസിലിനെ കുറിച്ച് പറയാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിസ്ട്രോ ആർട്ടിസ്റ്റ് കളേർഡ് പെൻസിൽ സെറ്റാണ്. 24 സ്കിൻ ടോണിൻ്റെ ഒരു സെറ്റാണ് ഇത് വരുന്നത്. ഇതിൻ്റെ MRP റേറ്റ് വരുന്നത് 849 രൂപയാണ്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ ഒരു പോർട്രേറ്റ് വരച്ച സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം.
ഇത് ആക്ച്വലി നല്ല സ്മൂത്താണ് ചെയ്യാനായിട്ട്, കളേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ലെയറിങ്, അതായത് ലൈറ്റ് കളറിൻ്റെ മുകളിൽ ഡാർക്ക് കളർ ചെയ്യണോണ്ട് കുഴപ്പമില്ല, പക്ഷേ ഡാർക്ക് കളറിൻ്റെ മുകളിൽ ലൈറ്റ് കളർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്നല്ല, അത്ര എഫക്റ്റീവായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഡോംസ്, ക്യാമൽ പോലുള്ള നോർമൽ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു കളർ പെൻസിൽ സെറ്റിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നും. കാരണം കുറച്ച് ഡിഫറൻസുകളുണ്ട്, നല്ല രീതിയിൽ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. പിന്നെ റേറ്റ് നോക്കുന്ന സമയത്ത് നല്ല റീസണബിൾ റേറ്റുമാണ്. പക്ഷേ ഇതിന് നമുക്ക് പ്രിസ്മ കളറോ പോളിക്രോമോസോ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ലെയറിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് ആണുള്ളത്. പക്ഷേ പ്രിസ്മ കളറിൻ്റെ പോളിക്രോമോസിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരുവിധം നല്ല ചീപ്പ് കളർ പെൻസിൽ സെറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കളേഴ്സ് എല്ലാം നല്ല ബ്രൈറ്റാണ്, നല്ല ഡെപ്തുള്ള കളേഴ്സാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ചിത്രം വരച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കളറിങ് മെത്തേഡൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ലൈറ്റ് കളറിൽ നിന്നും ഡാർക്ക് കളറിലേക്ക് പോകുന്ന രീതിയായിരുന്നു സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്ത് കുറച്ചിങ്ങോട്ട് വന്ന സമയത്ത്, അത് കൈയുടെ ഭാഗങ്ങളിലേക്കൊക്കെ വന്ന സമയത്ത് പിന്നീട് ഞാൻ ചെയ്തത് ആദ്യം ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീട് ഏറ്റവും ലാസ്റ്റ് ലൈറ്റ് കളർ അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഒരു പോർട്രേറ്റിൽ നിന്ന് പല രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ അലട്ടിയിരുന്നൊരു കാര്യം ആ ഒരു ഫേസ് കട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അത് ആ ഒരു താടിയുടെ ഭാഗങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സമയമെടുത്തിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്റ്റോറിയിലേക്ക് വരാം. അല്ലു അർജുൻ എൻ്റെ ലൈഫിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, അല്ലു അർജുനെ നേരിട്ട് കാണാനായിട്ട്, ദൂരെ നിന്ന് നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ലുലു മാളിൽ ഒരു സമയത്ത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അല്ലു അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഫ്രണ്ട് വിനുവും കൂടിയിട്ട് അല്ലു അർജുനെ നേരിട്ട് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബണ്ണി എന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞ സമയത്ത് അല്ലു അർജുൻ തിരിഞ്ഞ് കൈ കാണിച്ച് ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ തന്നായിരുന്നു. അത് ഞാനന്ന് പോലും പുള്ളിക്ക് അറിയില്ല, പക്ഷേ ആരോ ഒരാൾ വിളിച്ച് പറഞ്ഞ സമയത്ത് പുള്ളി റിയാക്ട് ചെയ്തതാണ്. നമ്മുടെ ഫാൻസിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു നടനാണെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പബ്ലിക്കിൽ ബിഹേവ് ചെയ്യുന്ന രീതി, ഇൻ്റർവ്യൂ കൊടുക്കുന്ന രീതി, എപ്പോഴും കൂളായിട്ടിരിക്കുന്ന രീതിയൊക്കെ ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിലും എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റൈലിങ്ങിലും ആറ്റിറ്റ്യൂഡ് ബിൽഡിങ്ങിലൊക്കെ ചെറുപ്പം മുതലേ സ്വാധീനം ചെലുത്തിയ ഒരു സെലിബ്രിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ആൻസറേ ഉള്ളൂ, അല്ലു അർജുൻ. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്ക് പേജിലൊക്കെ ബണ്ണി സച്ചിൻ ഇട്ടിരിക്കുന്നത്. പണ്ട് മുതലൊരു ഡൈ ഹാർഡ് അല്ലു അർജുൻ ഫാനായിരുന്നു. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓർമ്മകൾ എന്നിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഈ ചിത്രം വരച്ചത്. ഞാൻ നോർമലി സെലിബ്രിറ്റീസിനെ വരയ്ക്കാറില്ല, പക്ഷേ ഇനി മുതൽ വരച്ച് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. കൂടാതെ എനിക്ക് നല്ലൊരു പ്രാക്ടീസ് മെത്തേഡും കൂടിയാണ് ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. ഏകദേശം ഒരു 4 മണിക്കൂറിൽ കൂടുതൽ ഈ ചിത്രം വരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. 2-3 ദിവസങ്ങളായിട്ടാണ് വരച്ചിട്ടുള്ളത്. കാരണം ഈ ഷർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ വന്ന സമയത്ത് വീണ്ടും ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് ഒരു 3-4 കളറേ ഉള്ളൂ, പക്ഷെ അത് വീണ്ടും ചുളികളൊക്കെ നോക്കി ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ഫേസ് വരച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ ആ ഒരു ത്രില്ല് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റിലേക്ക് വന്ന സമയത്ത് പതിയെയാണ് ഞാനൊരു ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ റൈറ്റിലെ പോർഷൻ വരച്ച ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി കൂടുതൽ എടുത്തിരുന്നെങ്കിൽ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് വരയ്ക്കാമായിരുന്നു. സോ നമ്മൾ ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും നമ്മൾ അതിൽ എന്തൊക്കെ ബെസ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാനുണ്ട് എന്ന് ആ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇതുപോലെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മുൻപ് വരച്ചതിനേക്കാളും നെക്സ്റ്റ് ടൈം ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ സ്കില്ല് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ കൂടുതൽ പോർട്രേറ്റുകളും കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ പെയിൻറ്റിങ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.